4 പേർക്കായി രക്ഷാദൗത്യം പിന്നീട് തുടർന്നു. ആദ്യം മൈക്ക് ഫിൻകെ, രണ്ടാമത് സെന കാഡ്മാൻ, റഷ്യക്കാരൻ പ്ലാറ്റനോവ്. And we see the fourth crew member of Crew 11. സ്പേസ് സ്റ്റേഷനുള്ളിൽ തീ പടർന്നു. സ്റ്റേഷനിലെ ഓക്സിജൻ അളവ് വേഗത്തിൽ ഉയർന്നു. തീ പടർന്ന് പുക നിറഞ്ഞു. ദൃശ്യപരിധി തന്നെ കുറഞ്ഞു. നമസ്കാരം. 2025 ഓഗസ്റ്റ് 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സൂൾ ലോഞ്ച് ചെയ്തു. നാസയുടെ 11ാമത്തെ വാണിജ്യ ബഹിരാകാശ യാത്ര. സ്പേസ് എക്സിന്റെ 11ാമത്തെ ക്രൂ. 4 സഞ്ചാരികൾ. നാസ ബഹിരാകാശ സഞ്ചാരികളായ കമാൻഡർ സിന കാഡ്മാൻ, മൈക്ക് ഫിൻകെ, ജപ്പാൻ ഏജൻസി ജാക്സയുടെ കിമിയ യൂയി, റഷ്യൻ കോസ്മനോട്ട് ഒലെഗ് പ്ലാറ്റനോവ്. ഈ 4 പേരാണ് സഞ്ചാരികൾ. മിഷന്റെ ലക്ഷ്യം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഗവേഷണം നടത്തുന്ന 6 മാസത്തെ പദ്ധതി. ആകാംക്ഷയുടെ ആരംഭം അവിടെ നിന്നാണ്. ക്രൂ 11 ISS-ലെത്തി. ഗവേഷണങ്ങൾ ആരംഭിച്ചു. എന്നാൽ ജനുവരി 7 അസാധാരണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ISS-ൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണ ദീർഘകാല ഭാവി കൂടി പരിഗണിച്ച് പരിശോധിക്കപ്പെട്ടിട്ടാണ്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ യാത്ര തന്നെ തീരുമാനിക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നം, അതും ബഹിരാകാശ ഗവേഷണ സമയത്ത് ഒരു ആസ്ട്രോനോട്ടിനും നേരിട്ടിട്ടില്ല. മാത്രമല്ല, അവിടെ തുടരാൻ കഴിയാത്ത വിധം വൈറൽ പ്രസരണത്തിന് സാധ്യതയുള്ള പ്രശ്നമാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സിമ്പിളായി പകരും. കാരണം ഒരു മുറി പോലെ ജീവിക്കുന്ന ഇടമാണ് ബഹിരാകാശ നിലയം. എന്നാൽ ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും? ഒടുവിൽ അതീവ രഹസ്യമായി നടത്തിയ പരിശോധനകൾക്ക് ഒക്കെ ഒടുവിൽ നാസ ഒരു തീരുമാനമെടുത്ത് വിവരം പുറം ലോകത്തെ അറിയിച്ചു. ജനുവരി 7 നാസ പ്രഖ്യാപിച്ചു, ക്രൂ 11-ലെ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ യാത്രയുടെ ഭാഗമായി ജനുവരി 8 പദ്ധതിയിട്ട സ്പേസ് വാക്ക് ബഹിരാകാശ നടത്തം റദ്ദാക്കി ഉപേക്ഷിച്ചു എന്ന്. ഇതോടെ ലോകം ആകാംക്ഷയിലും ആശങ്കയിലുമായി. എന്താരോഗ്യ പ്രശ്നം? ആർക്കാണ് ആരോഗ്യ പ്രശ്നം? ലോകം മുഴുവൻ ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ നാസ അതിനപ്പുറം ഒന്നും വെളിപ്പെടുത്തിയുമില്ല. മാത്രമല്ല, ബഹിരാകാശ ഗവേഷണ സഞ്ചാരികളുടെ ആരോഗ്യ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുക എന്ന നിയമം നാസ കാലങ്ങളായി പാലിക്കപ്പെട്ടു പോരുന്നതുമാണ്. ബഹിരാകാശ നിലയത്തിൽ എത്തിയതിനു ശേഷം ഒരാൾക്ക് അസുഖം, അതും ഗുരുതര അസുഖം ബാധിക്കുക എന്നത് മുന്നനുഭവമില്ലാത്തതുകൊണ്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അസാധാരണ സാഹചര്യം. ബഹിരാകാശ നിലയത്തിൽ ലോകം ഉറ്റുനോക്കിയ ഒരു വിവരം പുറത്തു വരുന്നതിന് ലോകം ഉറ്റുനോക്കിയ സമയം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം എന്തായിരിക്കും? മെഡിക്കൽ ഇവാക്വേഷൻ ബഹിരാകാശ നിലയത്തിൽ അനിവാര്യമായി വന്നിരിക്കുന്നു. ISS-ന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി നേരിടുന്ന ഒരു അസാധാരണ പ്രതിസന്ധി. ക്രൂ അംഗങ്ങളുടെ ആരോഗ്യം സ്റ്റേബിൾ ആണ് എന്ന് നാസ പുറമേക്ക് പ്രഖ്യാപിച്ചെങ്കിലും ആ നിർണായക തീരുമാനവും പിന്നാലെ വന്നു. ജനുവരി 9 അത് പുറം ലോകത്തേക്ക് അറിയിച്ചു. മിഷൻ പാതി വഴിക്ക് അവസാനിപ്പിക്കാനുള്ള തീരുമാനം. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരിയെ തിരിച്ചെത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ആർക്കാണ് പ്രശ്നം, എന്താണ് പ്രശ്നമെന്ന് വെളിപ്പെടുത്തപ്പെട്ടില്ല. ലോകം വർദ്ധിച്ച ആകാംക്ഷയോടെ നാസയിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തുനിന്നു. ജനുവരി 8 നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ പറഞ്ഞു, ഇത് അടിയന്തര പ്രശ്നമല്ല, പക്ഷേ ഭൂമിയിൽ വെച്ചുള്ള ചികിത്സ ആവശ്യമുള്ള ആരോഗ്യ പ്രശ്നമാണ്. അതോടെ പ്രശ്നം ഗുരുതരമാണ് എന്ന് ലോകം ഒന്നുകൂടി ഉറപ്പിച്ചു. ക്രൂ അംഗങ്ങളുടെ കുടുംബങ്ങൾ ആശങ്കയോടെ കാത്തിരുന്നു. ലോകം സ്പേസ് സ്റ്റേഷനിലെ വിവരങ്ങൾക്കായി ഉറ്റുനോക്കി. അപ്പോഴും ആർക്കാണ് എന്താണ് എന്ന കാര്യം ബന്ധുക്കളെ പോലും അറിയിച്ചില്ല. അതിനിടെ ജനുവരി 13 നാസ പ്രഖ്യാപിച്ചു, ക്രൂ 11 മിഷൻ ജനുവരി 14 ISS വിടും എന്ന്. 4 അംഗങ്ങളുമായി ദൗത്യം തിരിച്ചെത്തും. ക്രൂ ഡ്രാഗൺ അവരുടെ ഏക വാഹനമാണ്. ക്രൂ 11 അതിൽ എല്ലാവരും മടങ്ങും. അടുത്ത വെല്ലുവിളി മറ്റൊന്നായി രൂപപ്പെട്ടു. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ യാത്രികനെയും കൊണ്ടുള്ള മടക്കയാത്ര സുരക്ഷിതമാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഒടുവിൽ ജനുവരി 14 വൈകുന്നേരം 5:30 ക്രൂ ഡ്രാഗൺ ISS-ന് വിട നൽകി. 8 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ 3:41 പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ. Now splashing down off the coast of California. That splashdown coming right on time at 2:41 a.m. Central Time. The SpaceX recovery ship and team has been waiting for Dragon splashdown, and they will now begin making their way to the splashdown location. 4 പേർക്കായി രക്ഷാദൗത്യം പിന്നീട് തുടർന്നു. അപ്പോഴും അകത്തുള്ള എല്ലാവരും സുരക്ഷിതരാണോ? ആരോഗ്യ പ്രശ്നമുള്ള ആസ്ട്രോനോട്ടിന്റെ സ്ഥിതി എന്താണ്? ചോദ്യങ്ങൾ ഇങ്ങനെ ആശങ്കയോടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാദൗത്യം
11 മിഷനിലെ US, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി പുറത്തിറങ്ങുമ്പോൾ ലോകം നിശ്വാസം കൊണ്ടു. ആദ്യം മൈക്ക് ഫിൻകെ സ്ട്രക്ചറിലേക്ക് മാറ്റി ആദ്യ ആശ്വാസം. And it looks like our first crew member out of the spacecraft is NASA astronaut Mike Fink. രണ്ടാമത് സെന കാഡ്മാൻ, മിഷൻ കമാൻഡർ. That's NASA astronaut Zena Cardman wrapping up her first mission to space, commander of the Crew 11 spacecraft. മൂന്നാമതായി കിനിയ യൂയി, ജപ്പാനിൽ നിന്നുള്ള സഞ്ചാരി. Our next crew member to exit the spacecraft is JAXA's astronaut Kimya Yui. നാലാമതായി റഷ്യക്കാരൻ പ്ലാറ്റനോവ്. And we see the fourth crew member of Crew 11 being helped from the vehicle now. That is Roscosmos cosmonaut Oleg Platonov, also wrapping up his first mission to space. Now that NASA astronauts Zena Cardman and Mike Fink, Kimya Yui of JAXA, and Roscosmos cosmonaut Oleg Platonov are safely back home on Earth. നാലുപേരും സുരക്ഷിതരായി ഭൂമിയിൽ. ക്രൂ 11 യാത്ര പോയ ബഹിരാകാശ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആശങ്കകൾ അസ്ഥാനത്താക്കി അവർ തിരിച്ചെത്തി. അപ്പോഴും ഒരു സംശയം ആകാംക്ഷയായി തന്നെ ബാക്കി നിന്നു. ആർക്കായിരുന്നു ആരോഗ്യ പ്രശ്നം? മൈക്ക് ഫിൻകേക്കാണോ, സെന കാഡ്മാനാണോ? ഈ രണ്ടുപേരിൽ ഒരാൾക്ക് ആണ് എന്നുറപ്പാണ്. കാരണം ദൗത്യത്തിൻ്റെ ഭാഗമായി ജനുവരി 7 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ നടത്തത്തിന് മുന്നോടിയായുള്ള പരിശോധനയിലാണ് ആരോഗ്യ പ്രശ്നം തിരിച്ചറിഞ്ഞത്. മൈക്ക് ഫിൻ, സെന കാഡ്മാൻ എന്നിവരിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് തുടർ ഗവേഷണം ബഹിരാകാശ നടത്തം ഉൾപ്പെടെ നിർത്തിവെച്ചത്. അതോടെ ഫെബ്രുവരി പകുതിയോടെ ക്രൂ 12 എത്തിയതിന് ശേഷം മടങ്ങാനിരുന്ന സംഘം ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരിക്കലും നിയമപ്രകാരം അറിയാൻ കഴിയാത്ത രഹസ്യം ബാക്കി വെച്ചാണ് 4 പേരുടെയും അടക്കം. നാസയുടെ സെന കാഡ്മാൻ ക്രൂ ലെവൽ മിഷന്റെ കമാൻഡറായിരുന്നു. മിഷൻ പൈലറ്റ് മൈക്ക് ഫിൻകെ നിരവധി യാത്രകൾ നടത്തിയ 59കാരൻ. ബഹിരാകാശ സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന കമാൻഡർ കിമിയ യൂയി, ജപ്പാനിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി. റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലെഗ് പ്ലാറ്റനോവ്. ഈ യാത്രികരുടെ ജീവിതം ഇനി ആകാംക്ഷകളുടെയും ആശങ്കയുടെയും ഒക്കെ കഥകൾ ലോകം ഉറ്റുനോക്കുന്ന ജീവിതമായി മാറും എന്നുറപ്പാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ഇതോടെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ക്രൂ 11 മടങ്ങിയതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ അംഗങ്ങളുടെ എണ്ണവും കുറഞ്ഞു. ISSൽ 7 പേരുള്ളിടത്ത് ഇനി 3 പേർ മാത്രം. നാസയുടെ ക്രിസ് വില്യംസും 2 റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളും മാത്രമാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലുള്ളത്. ഇനി ക്രൂ 12 ബഹിരാകാശ ദൗത്യം അവിടെ എത്തുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ പേർ ISSൽ എത്തുക. സാധാരണ നിലവിൽ ക്രൂ 11 തിരിച്ചു വരിക ക്രൂ 12 അവിടെ എത്തിയതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ, 1 മാസം മുമ്പ് തന്നെ അവർ തിരിച്ചെത്തുകയാണ്. ഇതോടെയാണ് ബഹിരാകാശ നിലയത്തിലെ ആളുകളുടെ എണ്ണവും കുറഞ്ഞത്. ബഹിരാകാശ നിലയത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ളതിൽ ഏറ്റവും ആശങ്കയുണർത്തിയ രണ്ടാമത്തെ സംഭവമാണ് ഈ മെഡിക്കൽ ഇവാക്വേഷൻ. ആകാംക്ഷയും വർദ്ധിപ്പിച്ചു. പ്രധാന പ്രശ്നം ആരോഗ്യ പ്രശ്നം. അത് രൂപപ്പെട്ട ഒരാളുടെ മാത്രമല്ല, ISSനകത്ത് അയാൾക്ക് ബാധിച്ച വൈറസോ ആരോഗ്യ പ്രശ്നത്തിന് കാരണമായ മറ്റെന്തെങ്കിലുമോ പടർന്നു പിടിക്കാനുള്ള സാധ്യത ആശങ്ക വർദ്ധിപ്പിച്ചത്. അതുവഴി 7 ബഹിരാകാശ സഞ്ചാരികളെയും അത് ബാധിക്കും. ചുരുക്കത്തിൽ ISSനെ ആകെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ളതായിരുന്നു. ഇപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരം നമുക്ക് ലഭ്യമല്ലെങ്കിലും പ്രശ്നം ഗുരുതരമാണ് എന്ന വസ്തുത ലോകത്തിന് ബോധ്യപ്പെട്ടു. ഇതിനു മുമ്പ് ബഹിരാകാശ സഞ്ചാരികളുടെ ചരിത്രത്തിൽ അതിലും വലിയൊരു പ്രശ്നത്തെ നേരിട്ടത് 1997ലാണ്. അത് പക്ഷേ ISSലല്ല, റഷ്യയുടെ മിർ ബഹിരാകാശ നിലയത്തിലാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ആദ്യ രൂപമായിരുന്ന റഷ്യയുടെ ബഹിരാകാശ സ്റ്റേഷൻ മിർ. 97 ഫെബ്രുവരി 23 മിർ സ്റ്റേഷനിൽ ഓക്സിജൻ ജനറേറ്ററിന്റെ ഒരു കാൻഡിൽ പോലുള്ള ഓക്സിജൻ ജനറേറ്റിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചു. ഈ ഓക്സിജൻ കാൻഡിലുകൾ സാധാരണയായി ശാന്തമായി ഓക്സിജൻ പുറപ്പെടുവിക്കുന്നവയായിരുന്നു. പക്ഷേ ഈ പ്രത്യേക കാൻഡിൽ ഉണ്ടായിരുന്നതായതിനാൽ ഒരു ചെറിയ റോക്കറ്റ് പോലെ അതിങ്ങനെ ഉയർന്ന് പൊട്ടിത്തെറിച്ചു. സ്പേസ് സ്റ്റേഷനുള്ളിൽ തീ പടർന്നു. സ്റ്റേഷനിലെ ഓക്സിജൻ അളവ് വേഗത്തിൽ ഉയർന്നു. തീ പടർന്ന് പുക നിറഞ്ഞു. ദൃശ്യപരിധി തന്നെ കുറഞ്ഞു. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടുതൽ ഓക്സിജൻ പ്രസരിപ്പിക്കുന്നതായിരുന്നു. അതോടുകൂടി അവിടെ പുക പടർന്ന് കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു. സോയൂസ് ക്രാഫ്റ്റിലേക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ബഹിരാകാശ യാത്രികർക്ക് കഴിയാത്ത അവസ്ഥ സ്പേസ് സ്റ്റേഷനിൽ രൂപപ്പെട്ടു. സ്റ്റേഷന്റെ ഒരു ഭാഗം തീപിടുത്തം കാരണം നശിക്കും എന്നാണ് ആശങ്കപ്പെട്ടത്. ക്രൂ അംഗങ്ങൾ റഷ്യൻ കോസ്മനോട്ടുകൾ വെസിലി സൈബോട്ട്, അലക്സാണ്ടർ
അലക്സാണ്ടർ ലാസ്തുക്കിൻ, ജർമ്മൻ ആസ്ട്രോനോട്ട് റെയിൻ ഹോൾട്ട് എവാൾട്ട് എന്നിവരായിരുന്നു. അവർ ഒരുമിച്ച് പല വഴിക്കും തീ അണയ്ക്കാൻ ശ്രമിച്ചു. അവസാനം ക്രൂ അംഗങ്ങൾ തീ കൈകൊണ്ടടിച്ചും മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചും അണച്ചു. ഏകദേശം 14 മിനിറ്റിന് ശേഷം തീ നിയന്ത്രണ വിധേയമായി. സ്റ്റേഷനിലെ ഓക്സിജൻ അളവ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ബഹിരാകാശ യാത്രികർക്ക്. പുകയും കാർബൺ മോണോക്സൈഡും കാരണം ശ്വാസതടസ്സം രൂപപ്പെട്ടു. സ്റ്റേഷന്റെ പവർ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ എന്നിവയും തകരാറിലായി. ഒടുവിൽ ശാസ്ത്രീയമായി സംയമനത്തോടെ അന്തരീക്ഷം അവർ തിരിച്ചുപിടിച്ചു. അങ്ങനെയാണ് അതിജീവിച്ചത്. ഈ സംഭവത്തിന് ശേഷം മിർ സ്റ്റേഷന്റെ പ്രവർത്തനം കൂടുതൽ അപകടകരമാണെന്ന് തെളിയുകയും അടുത്ത സാധ്യതകൾ ആരായുകയും ചെയ്തു. 2001 മിർ സ്റ്റേഷൻ ഉപേക്ഷിച്ച് നശിപ്പിച്ചു. നിയന്ത്രിതമായി തന്നെ നശിപ്പിച്ചു. അത് വലിയ വാർത്തയായി വന്നതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മയുണ്ടാവും. ഈ സംഭവത്തിൻ്റെ തുടർച്ചയായി ബഹിരാകാശ നിലയത്തിൽ തീപിടിക്കാനുള്ള സാധ്യതകളും അനുബന്ധമായ പ്രശ്നങ്ങളെ രൂപപ്പെടുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ISSൽ നടപ്പാക്കപ്പെട്ടത്. ആ നിലയിൽ തീപിടുത്തം ഒരർത്ഥത്തിൽ പിന്നീടുള്ള പരിഷ്കരണത്തിന് കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുമ്പോൾ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് ഭാവിയിൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നത്തെയാണ് നാസ അതിജീവിച്ചത്. നിലവിൽ പ്രാഥമിക സംവിധാനങ്ങളെല്ലാം ISSലുണ്ട്. മുറിവുകൾ ഉണക്കുന്നതിനുള്ള മരുന്നുകൾ, പ്രാഥമികമായി ആവശ്യമായ മരുന്നുകൾ ഉള്ള മെഡിക്കൽ കിറ്റുകൾ, അത്യാവശ്യ സംവിധാനങ്ങൾ ഒക്കെയാണുള്ളത്. സ്റ്റെതസ്കോപ്പ്, BP മോണിറ്റർ മുതലായ ഉപകരണങ്ങൾ സഞ്ചാരികൾ ഒപ്പം കൊണ്ടുപോകാറുണ്ട്. അടിസ്ഥാനപരമായ മെഡിക്കൽ ട്രെയിനിങ് എല്ലാ പരിശീലനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടാകും അവർക്ക്. ഭൂമിയിലെ മിഷൻ കൺട്രോളിലെ ഡോക്ടർമാരുമായി തുടർ ചികിത്സ വേണ്ടി വന്നാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി പരിശോധനയും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയുമാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്ന സാഹചര്യം പക്ഷേ ബഹിരാകാശ നിലയത്തിലില്ല. അങ്ങനെ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി അതിജീവിക്കാം എന്നുള്ള പ്രതീക്ഷ വെച്ച് റിസ്ക് എടുക്കാനുള്ള അവസ്ഥയുമില്ല. ഇപ്പോൾ രൂപപ്പെട്ട ഈ അസാധാരണ സംഭവത്തെ അതിജീവിച്ച് കഴിഞ്ഞു എന്നതിനൊപ്പം തന്നെ ഭാവിയിൽ അതിനെ മറികടക്കാനുള്ള പുതിയ പരിഷ്കരണങ്ങൾക്കും ഈ തീരുമാനങ്ങൾക്കും കാരണമായേക്കാവുന്നതാണ് പുതിയ സാഹചര്യം. ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ പുതിയ പരിഷ്കരണങ്ങൾക്ക്, പുതിയ കണ്ടെത്തലുകൾക്ക് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.